ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരീയം എന്താണ്? ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരീയം എന്താണ്? അതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഓക്കെ, നല്ല ഒരു ചോദ്യമാണ്. എല്ലാവർക്കും എല്ലായിടത്തും ആവശ്യമുള്ളതാണ്. അപ്പോ ഓരോ വിശ്വാസത്തിനനുസരിച്ച്, വിശ്വാസ രീതികൾക്കനുസരിച്ച്, കാഴ്ചപ്പാടുകൾക്കനുസരിച്ച്, ഭാഷയുടെ പരിഭാഷണത്തിനനുസരിച്ച് ഇതില് പലതരം വ്യാഖ്യാനങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് പറയുന്നത് ഉചിതമായിരിക്കില്ല. പകരം ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ വീക്ഷണത്തിൽ എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. ഇക്കോ സ്പിരിച്വാലിറ്റിയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ, നമുക്കറിയാവുന്ന വ്യാഖ്യാനങ്ങൾ മലയാളത്തിലാണ് നൽകിയിട്ടുള്ളത്. ഞാൻ നൽകിയിട്ടുള്ളത് മലയാളത്തിലാണ്. അപ്പോൾ ഈശ്വരൻ, ഈശ്വരീയം എന്ന പദങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥം കൽപ്പിച്ച് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് പ്രകാരമാണ് ഈ ഉത്തരം തരുന്നത്. അപ്പോൾ അതിന്റെ ആമുഖമായിട്ടൊന്ന് പറയട്ടെ. ഇക്കോ സ്പിരിച്വാലിറ്റി പറയുന്നത് there's no God, only godliness എന്നാണ്. ദൈവമില്ല, ദൈവികതയേ ഉള്ളൂ. കുറച്ചുകൂടി ഉചിതമായ പ്രയോഗം ദൈവമല്ല, ദൈവികതയാണുള്ളത് എന്നുള്ളതാണ്. ദൈവികതയെ ബിംബവൽക്കരിച്ച് കാണാൻ താല്പര്യമുള്ളവർക്ക് ദൈവം എന്നുള്ളത് ഒരു വ്യക്തിബിംബമായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ, അത് തെറ്റില്ല. പക്ഷെ പ്രപഞ്ചമെങ്ങും നമ്മൾ അതിനെ കാണുന്ന സമയത്ത് ദൈവീകത എന്നുള്ള പദമാണ് ഉള്ളത് എന്ന് നാം പറയുന്നു. ഇനി ദൈവം ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് അടുത്ത് നമുക്ക് ചിത്രീകരിക്കാം. ഈശ്വരൻ, ദൈവം, ഈശ്വരൻ. ഈ ദൈവം എന്നുള്ള പദത്തിന് നമ്മൾ ഈ ദ്രാവിഡ ഭാഷകളുടെ ഒരു പശ്ചാത്തലത്തിൽ ജീവൻ എന്നുള്ള പദം കേട്ടിട്ടുണ്ടാവും. ജീവൻ, ജീവൻ, ജൈവികത എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ജൈവം എന്നുള്ളത്, ജൈവമാണ് ശൈവം ആകുന്നത്, ശിവം ആകുന്നത്. ഇപ്പൊ ശിവം എന്നുള്ളതിനെയാണ് ഈശ്വരീയം എന്ന് സാധാരണ പറയുന്നത്. അപ്പോ ജൈവികതയാണ് ശിവം, ജൈവികത. അപ്പോൾ ജീവൻ എന്താണെന്ന് ആദ്യം പറയേണ്ടി വരും. ഒരു വ്യവസ്ഥ, വ്യവസ്ഥ എന്ന് പറയുമ്പോഴെന്താ? ഇപ്പൊ എന്റെ ശരീരം ഒരു വ്യവസ്ഥയാണ്. ശരീരത്തിന് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നുമില്ല, ശരീരത്തിനകത്ത് ഘടകങ്ങളൊന്നുമില്ല, എന്റെ ശരീരത്തിന്റെ പുറത്തുള്ള ഘടകങ്ങൾ എനിക്ക് പ്രസക്തമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊന്നിനെയും പരിഗണിക്കാത്തപ്പോൾ എന്റെ ശരീരം എന്നുള്ളത് ഒരു വസ്തുവാണ്. അതല്ല, ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അതിനകത്ത് ഘടകങ്ങളുണ്ട്, അതിന്റെ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ എന്റെ ശരീരം എന്നുള്ളത് ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? അത് സ്വയം ഉരുവായതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം ഉരുവായതാണ്. ഇതൊരു കേടുപാട് സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? ആ കേടുപാടിനെ സ്വയം അത് പരിചരിക്കും. ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ഞാൻ എന്നുള്ള ഈ ഒരു വ്യവസ്ഥയെ മറ്റുള്ളവയിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്താണ്? അത് ഈ വ്യവസ്ഥയുടെ ജീവൻ തന്നെയാണ്. അപ്പോ എന്റെ ശരീരത്തെ ഉരുവാക്കിയതും പരിചരിക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതുമായ ആ സ്വയം പ്രവർത്തന സംവിധാനത്തെ, സെൽഫ് ഓർഗനൈസേഷനെ ആണ് ജീവൻ എന്ന് പറയുക. അപ്പോ ജീവൻ എന്ന് പറയുന്നത് എന്നിൽ, എന്റെ ശരീരത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്റെ അവയവങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എന്നിലുള്ള ജീവൻ തന്നെയാണ് എന്റെ അവയവങ്ങളിലും നിലനിൽക്കുന്നത്. അവയവങ്ങളിലുള്ള ജീവനാണ് അതിനകത്തെ കലകളിൽ നിലനിൽക്കുന്നത്. കലകളിലുള്ള ജീവനാണ് അതിനകത്തെ കോശങ്ങളിൽ നിൽക്കുന്നത്. അപ്പോ എന്റെ ശരീരം, അതിനകത്ത് ആണ് അവയവങ്ങൾ, അതിനകത്താണ് കലകൾ, അതിനകത്താണ് കോശങ്ങൾ എന്ന ക്രമത്തിൽ പോകുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ എന്നുള്ളത് ഈ മനുഷ്യ വംശത്തിലെ ഒരു ഘടകമാണ്. എന്റെ അവയവം എന്റെ ശരീരത്തിന്റെ ഘടകമാണെന്നതുപോലെ മനുഷ്യ ശരീരത്തിലെ ഒരു ഘടകമാണ് ഞാൻ. ഈ മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്, മനുഷ്യവംശം എന്ന് പറയുന്നത് ജീവവംശത്തിന്റെ, ജീവസമൂഹത്തിലെ ഒരു ഘടകമാണ്. ജീവസമൂഹം എന്ന് പറയുന്നത് ഭൗമ സമൂഹത്തിലെ ചരാചരങ്ങൾ, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സമൂഹത്തിലെ ഒന്നാണ്. അതിന്റെ ആകത്തുകയാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എന്നത് സൗരയൂഥത്തിന്റെ അംഗമാണ്. സൗരയൂഥം എന്നുള്ളത് മിൽക്കി വേയുടെ അംഗമാണ്. ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു പോയിട്ടുണ്ട്.
അപ്പോൾ പ്രപഞ്ചവും പ്രപഞ്ചത്തിനകത്ത് മിൽക്കി വേയും മിൽക്കി വേയ്ക്കകത്ത് സോളാർ സിസ്റ്റവും, അതിനകത്ത് ഭൂമിയും, അതിനകത്ത് ജൈവരാശിയും, അതിനകത്ത് മനുഷ്യരാശിയും, അതിനകത്ത് മനുഷ്യനും, അതിനകത്ത് അവയവവും, അതിനകത്ത് കലകളും, അതിനകത്ത് കോശങ്ങളുമാകുന്ന കൂടുകൾക്കകത്ത് കൂടുകളായിരിക്കുന്ന ഒരു വിന്യാസം നമുക്ക് കൃത്യമായി ബോധ്യമാകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ എന്റെ ജീവൻ തന്നെയാണ് എന്റെ അവയവങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞതുപോലെ, അവയവങ്ങൾക്കുള്ള ജീവനാണ് കലകൾക്കുള്ളത് എന്ന് പറയുന്നത് പോലെ, ഞാൻ എന്നുള്ള സത്തയ്ക്കുള്ള ജീവൻ, ഞാൻ എന്നുള്ള വ്യവസ്ഥയ്ക്കുള്ള ജീവൻ എന്ന് പറയുന്നത്, ജീവൻ എന്ന് വെച്ചാൽ സ്വയം പ്രവർത്തന സംവിധാനമാണ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഭൗമ വ്യവസ്ഥയ്ക്കുള്ളത്, അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ള വ്യവസ്ഥയ്ക്കുള്ളത്. എനിക്ക് മുകളിലുള്ളതെന്ന് വെച്ചാൽ എന്നെ പൊതിഞ്ഞിരിക്കുന്ന വ്യവസ്ഥ, അതിനെയാണ് ഉപരി വ്യവസ്ഥ എന്ന് പറയുക. ആ ഉപരി വ്യവസ്ഥയ്ക്കുള്ളതും എന്റെ ജീവന്റെ വലിയ പതിപ്പാണ്. അപ്പൊ എന്റെ ജീവന്റെ വലിയ പതിപ്പിന് അധികമായ ജൈവികത എന്നുള്ള അർത്ഥത്തിൽ അതിജൈവികത എന്നാണ് പറയുക. ഈ അതിജൈവികതയെ എളുപ്പം പറയാൻ വേണ്ടിയുള്ള മറ്റൊരു പദമാണ് ദൈവീകത എന്നുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ എന്റെ ജീവൻ സ്വയം പ്രവർത്തന സംവിധാനം, ആ സ്വയം പ്രവർത്തന സംവിധാനം എന്നുള്ളത് പ്രകൃതിയുടെ സ്വയം പ്രവർത്തന സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു അംശമാണ്, ഒരു പ്രദേശമാണ്. ഭൂമിയുടെ ഒരു പ്രദേശമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സ്വയം പ്രവർത്തന സംവിധാനം ആയിട്ടുള്ള ആ അതിജീവന്റെ ഒരു പ്രദേശമാണ് എന്റെ ജീവൻ. എന്റെ ജീവന്റെ ഒരു പ്രദേശമാണ് ഈ എന്റെ കലകളുടെ ജീവൻ. ഈ രൂപത്തിൽ നമുക്ക് എടുക്കാം. അപ്പോ ജീവൻ എന്താണ്, ജൈവികത എന്താണ്, ദൈവികത എന്താണെന്ന് മനസ്സിലായി. ഇനി ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളിത് പറയുമ്പോൾ, ഈശ്വരീയം എന്നുള്ള പദത്തിന് ക്ലേശരഹിതമായവൻ എന്നാണ് അർത്ഥം. ഈശ്വരൻ എന്ന് പറയുന്നത് ക്ലേശരഹിതമായവൻ, ക്ലേശമില്ലാത്തത്. അപ്പൊ ക്ലേശരഹിതമായത് എന്താണ്? ഇപ്പോ ഒരു ജീവൻ അതിന്റെ പെർഫെക്റ്റ് കണ്ടീഷനിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നു. ഏറ്റവും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ശരിയാവണം. നല്ല സാഹചര്യത്തിൽ ജീവിക്കണം, നല്ല ക്രമത്തിൽ ജീവിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വ്യായാമം ഉണ്ടാവണം, നല്ല വിശ്രമം ഉണ്ടാവണം, നല്ല ചിന്തകൾ ഉണ്ടാകണം, നല്ല ലക്ഷ്യങ്ങളായിരിക്കണം, നല്ല പശ്ചാത്തലമായിരിക്കണം. ഇങ്ങനെയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ജീവന് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്നുള്ളത്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അതാണ് ക്ലേശം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. ക്ലേശരഹിതമായ ഒരവസ്ഥ, ക്ലേശമില്ലാത്തൊരവസ്ഥ. ഈ ക്ലേശമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് വെച്ചാൽ ക്ലേശരഹിതൻ, ക്ലേശമില്ലാത്ത അവസ്ഥ. ഒരു ജീവൻ ക്ലേശരഹിതമായി ജീവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യപ്പെടുമ്പോഴാണ്. ആ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യപ്പെടുന്ന സമയത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. ഒരു ഉദാഹരണത്തിന്, ഒരു കാർ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുന്നു, ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവരികയാണ്. ഷോറൂമിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ഭാഗങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കാർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുക. ആ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാറ് കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വെയർ ആൻഡ് ടയർ ഉണ്ടാവും. പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതിന് തേയ്മാനങ്ങളോ അല്ലെങ്കിൽ അതിന് മാറ്റങ്ങളോ കുലുക്കങ്ങളോ അഴിഞ്ഞുപോക്കോ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അടുത്ത തവണ സർവീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിനെയെല്ലാം വീണ്ടും പഴയ രൂപത്തിലേക്കാക്കി അതിന്റെ കേടായ ഭാഗങ്ങൾ മാറ്റി, തേയ്മാനമുള്ളത് മാറ്റി, ലൂസായിട്ടുള്ളതെല്ലാം മുറുക്കി അതിനെ വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരും. ആ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഈ കാറ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും, ഒപ്റ്റിമം കണ്ടീഷനിൽ വർക്ക് ചെയ്യും. ആ സമയത്ത് ആ കാറിന്റെ പ്രവർത്തനം ക്ലേശരഹിതമായിരിക്കും. അതുപോലെ നമ്മുടെ ശരീരം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ലേശരഹിതമായിരിക്കും. പ്രവർത്തിച്ചു പോകുമ്പോൾ അത് വീണ്ടും കാലുഷ്യങ്ങളിലേക്ക് നീങ്ങും, കേടുപാടുകളിലേക്ക്, അഴിഞ്ഞുപോക്കിലേക്ക്, ക്രമക്കേടുകളിലേക്ക് മാറും. ക്രമക്കേടുകൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും പ്രവർത്തനം നിർത്തിവെച്ച് ഇതിന്റെ കേടുപാടുകളെല്ലാം പുനഃസ്ഥാപിക്കുന്ന ഒരവസ്ഥ അതിന് പ്രദാനം ചെയ്യാൻ കഴിയും. സർവീസ് ടൈം നമ്മൾ അനുവദിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുന്ന ഒരവസ്ഥയാണ് നിദ്ര എന്ന് പറയുന്നത്. മനസ്സിന് അത് നൽകുന്ന ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇത് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് അങ്ങനെ നൽകുന്ന ഒരവസ്ഥയാണ് ഉപവാസം എന്ന് പറയുന്നത്. ഇതുപോലെ
എല്ലാ വ്യവസ്ഥകൾക്കും ഒരു നിദ്രയുടെ ധ്യാനത്തിന്റെ സമയം നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അത് സ്വയം എല്ലാം പരിചരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ആ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്ലേശരഹിതമായിട്ട് അത് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും. ആ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥയാണ് ഈശ്വരീയം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിലും, ഏതൊരു വ്യവസ്ഥയിലും, ഏതൊരു സംവിധാനത്തിലും അത് ക്ലേശരഹിതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഈശ്വരീയത്തിലാണ് എന്ന് പറയാൻ കഴിയും. അപ്പൊ ഈ ഈശ്വരീയം എന്ന് പറയുന്ന ഒരു അവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ ഷോറൂമിൽ നിന്നും കാർ ഇറക്കി കൊണ്ടുവരുന്ന സമയത്ത്, അതായത് പുതുതായി വാങ്ങിക്കുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ആ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ സർവീസ് എല്ലാം ചെയ്ത് അതിനെ ട്യൂൺ ചെയ്ത് ഒപ്റ്റിമൽ ലെവലിലേക്ക് ട്യൂൺ ചെയ്യും. വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ച് തുടങ്ങുമ്പോൾ ആ ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് വരും. ഏറിയ പങ്കും ഇത് ആ ഒപ്റ്റിമൽ ലെവലിലല്ല നിൽക്കുക, മറ്റ് സ്ഥലങ്ങളിലാണ് നിൽക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം അത് സാധാരണ രീതിയിൽ പല കുഴികളിലും ഒക്കെ ചാടി ഒക്കെ പോകുന്നത് പോലെ പല ക്രമക്കേടുകളിലൂടെ വ്യവഹാരങ്ങളിലൂടെ ജീവിക്കുന്ന ശരീരമാണെങ്കിലും ശരി, വ്യവഹാരങ്ങൾ ജീവിക്കുന്ന ലോകമാണെങ്കിലും ശരി, അതായത് കൂടുകൾക്കകത്ത് കൂടുകൾ എന്ന് പറഞ്ഞതിലെ ഓരോ ഘട്ടങ്ങൾക്കും ഈ ഒരു അവസ്ഥയുണ്ട്. ആ ഏത് ഘട്ടത്തെ എടുത്താലും അത് സാധാരണ വ്യവഹാരങ്ങളിലൂടെ പോകുന്ന സമയത്ത് അത് ഈ പ്രക്ഷുബ്ധതകളിലും കാലുഷ്യങ്ങളിലും കൂടെ ഇങ്ങനെ പോകുന്നു. അതിന് വിശ്രമം ലഭിക്കുന്ന സമയത്ത് അതിന്റെ റെസിലിയൻസ് അല്ലെങ്കിൽ പുനഃസ്ഥാപനം പ്രവർത്തിക്കുന്നു. ആ പുനഃസ്ഥാപനത്തിലൂടെ പോകുന്ന സമയത്ത് അത് ആ ഏറ്റവും ക്ലേശരഹിതമായ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ ഉയർന്നു വരുന്നു. അങ്ങനെ ഉയർന്നു വന്ന് ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അത് അതിന്റെ ഓപ്റ്റിമൽ ലെവലിലേക്ക് വരും. അത് കഴിഞ്ഞ് വീണ്ടും പ്രവർത്തനത്തിലേക്ക് തിരിയുമ്പോൾ അത് വീണ്ടും താണ് വ്യവഹാരങ്ങളുടെ ലോകത്ത് ഇങ്ങനെ പോയിട്ട് പിന്നെ അതിങ്ങനെ വീണ്ടും നീണ്ടൊഴുകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ വരച്ചു കാണിച്ച അവസ്ഥയ്ക്ക് ഒരു ബെല്ലിന്റെ ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ബെൽഗ്രാഫ് എന്നാണ് വിളിക്കുക. ഈ ബെൽഗ്രാഫ് അനുസരിച്ച് ഇതില് ആ ക്ലേശരഹിതമായിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ബെല്ലിന്റെ പിടി പോലെ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ബെല്ലിങ്ങനെ വരച്ചു കഴിയുമ്പോൾ ബെല്ലിന്റെ ഏറ്റവും മുകളിൽ ആ പിടി പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ഏറ്റവും ക്ലേശരഹിതമായിട്ടൊരു അവസ്ഥ ഉണ്ടാവുക. അപ്പോ ഈശ്വരീയം എന്നുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ആ ബെൽഗ്രാഫിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഘട്ടത്തിലാണ്. ബാക്കിയുള്ള സമയത്ത് ഈശ്വരീയം ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഒരു വ്യവസ്ഥയുടെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ സമയമാണ് ഈശ്വരീയം ഉണ്ടാവുക. ആ സമയം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യവസ്ഥയെ, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു ഉപകരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിദ്രയ്ക്കും ധ്യാനത്തിനും ഉപവാസത്തിനും ഉതകുന്ന രീതിയിൽ, അതായത് അതിന്റെ വിശ്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിൽ, സർവീസ് ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ പരിചരിച്ചു കൊണ്ടിരിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ധർമ്മവ്യവസ്ഥയിലൂടെ പോകണം. ധർമ്മവ്യവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ക്ലേശരഹിതമായ ഒരു അവസ്ഥയിലൂടെ ആവർത്തിച്ച് കടന്നു പോകും, അല്ലെങ്കിൽ സുദീർഘമായ സമയത്ത് കടന്നു പോകും. ഇതാണ് ഈശ്വരീയം എന്നുള്ളൊരവസ്ഥ. നമുക്ക് ഈ ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ രീതി അനുസരിച്ച് നാം സാധനകളിലായിരിക്കുമ്പോൾ ഉപരിവ്യവസ്ഥയായിട്ടും അകം വ്യവസ്ഥയുമായിട്ടും സുതാര്യമായി ഇരിക്കുവാനാണ് സാധന. ഒരു പ്രവൃത്തി, ശരീരത്തെ ശുചീകരിക്കുന്ന, ശരീരത്തെ ക്രമീകരിക്കുന്ന ഒരു പ്രവൃത്തി എല്ലാ ദിവസവും ഒരേ സമയത്ത് മനസ്സാന്നിധ്യത്തോടെ ചെയ്യുന്നതിനെയാണ് സാധന എന്ന് പറയുക. അങ്ങനെ സാധനയിലായിരിക്കുമ്പോൾ നമ്മൾ ഈശ്വര്യത്തിൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാണ്ട് വീണ്ടും നമ്മൾ വ്യവഹാരത്തിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് പിരിഞ്ഞു പോകും. അതിനെ തിരിച്ചു പുനഃസ്ഥാപിക്കാനുള്ള ഒരു വൈകാരിക പക്വത, വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ വൈകാരിക സൗന്ദര്യം നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വൈകാരികമായിട്ട് അങ്ങോട്ടെത്താൻ കഴിയും. പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന സമയത്ത് ശാരീരികമായിട്ട് അവിടെ എത്താൻ കഴിയും. നമ്മൾ ജാഗ്രതയുടെ അവസ്ഥയിൽ നിന്നും നമ്മൾ നിദ്രയുടെ അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ മാറിയാൽ അവിടെ മാനസികമായിട്ട് നമ്മൾ ബോധപരമായിട്ട് നമ്മൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ എല്ലാ വിധത്തിലും നമ്മൾ ആവർത്തിച്ച് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ക്ലേശരഹിതമായ ഒരു അവസ്ഥയിൽ തുടരും. വീണ്ടും നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് സാധാരണ ഈശ്വരീയമല്ലാത്തൊരവസ്ഥയിലൂടെ സാധാരണ വ്യവഹാരത്തിലൂടെ കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈശ്വരീയം നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും ഉള്ളൊരവസ്ഥയല്ല. പക്ഷെ ഈശ്വരീയത്തിന്റെ സാന്നിധ്യം നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ ശേഷി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും നമ്മൾ എപ്പോഴെല്ലാം മാറി നിൽക്കാൻ സന്നദ്ധമാകുന്നുവോ, കേടുവന്നിട്ട് ഒരിടത്ത് കിടക്കുന്നതല്ല, നമ്മൾ ബോധപൂർവം നമ്മുടെ ഈ നിരന്തര പ്രവർത്തനങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ പരിശ്രമം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നത് നിർത്തിവെക്കുന്നുവോ,
അപ്പോഴെല്ലാം നമ്മൾ ഈശ്വരീയത്തിന്റെ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഏറ്റവും പീക്കിലെത്തുമ്പോൾ നമ്മൾ ഈശ്വരീയത്തെ അനുഭവിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചു വരും. ഈ വിധത്തിലാണ് ഈശ്വരീയം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ അവസ്ഥ കൈവരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, ഈ അവസ്ഥ കൈവരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടെന്നിരിക്കട്ടെ, അതിനെ നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം. അതിന് തെറ്റില്ല. അത് നമ്മളാണെങ്കിൽ നമ്മുടെ ശരീരത്തെ സാധനകളിലൂടെ കൊണ്ടുപോയി ഏറ്റവും ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ക്രമീകരണം നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ നമ്മളും ഈശ്വരൻ തന്നെ. ഈശ്വരീയം എല്ലാത്തിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ജൈവമായിട്ടുള്ള ശൈവമായിട്ടുള്ള സർവ്വതിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്രമത്തിന്റെ സമയത്ത്, ഉപവാസത്തിന്റെ സമയത്ത്, ധ്യാനത്തിന്റെ സമയത്ത് ഇത് പൂർണ്ണമായി പുനഃസ്ഥാപനം നടത്തുന്നത്. ഒരു മുറിവുണ്ടായാൽ തനിയെ കൂടുന്നത് പോലെ, മുറ്റത്ത് പുല്ലുമുളയ്ക്കുന്നത് ചെത്തിമാറ്റിയാൽ, മുറ്റം തൂത്തുവാരുന്നത് ഒഴിവാക്കിയാൽ വീണ്ടും പുല്ലുമുളയ്ക്കുന്നത് പോലെ ഇവയെല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. നമ്മൾ പുനഃസ്ഥാപിക്കാൻ അനുവദിച്ചാൽ മതി, ആ സമയം അനുവദിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഈശ്വരീയം ഉറങ്ങിക്കിടക്കുന്നു. ആ ക്ലേശരാഹിത്യം എന്നുള്ളത്, പുനർനിർമ്മിതി എന്നുള്ളത് ഉറങ്ങിക്കിടക്കുന്നു. അതിനെ അറിഞ്ഞുപയോഗിച്ചാൽ നമ്മൾ ഈശ്വര്യത്തിലെത്തും. അതിനുള്ള വഴി സാധനയാണ്, സത്സംഗമാണ്. അപ്പൊ ഇതാണ് ഈശ്വരൻ, ഈശ്വരീയം എന്ന പദത്തിന്റെ ഇക്കോ സ്പിരിച്വാലിറ്റി നൽകുന്ന വ്യാഖ്യാനം. കൃത്യമായിട്ട് ബോധ്യമായോ ബീന? ബോധ്യമായി. ഇനി ഉപചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉപചോദ്യങ്ങൾ ഉള്ളത് പിന്നെ നമുക്ക് ഇത് ഈ സാധനയിലല്ലാതെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ധ്യാനിക്കൊന്നും ചെയ്യാതെ, ഇതൊന്നും എന്താ പറയുക, ഉപവാസം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരില് ഇത് കാമായി അടങ്ങി നിൽക്കുന്നു എന്നാണോ, അതോ അവരിൽ ഇത് പ്രവർത്തിക്കുന്നില്ല എന്നാണോ? സാധാരണ ആളുകളിലും ഇത് ലീനമാണ്, ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അതിനകത്തുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ജൈവികത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ അത് ലീനമായിരിക്കുന്നു. അവർ ജീവിക്കുന്ന ധർമ്മ പദ്ധതി എന്താണോ, അവരുടെ ജീവിത വീക്ഷണം എന്താണോ, ധർമ്മ പദ്ധതി എന്താണോ, അവർക്ക് പാരമ്പര്യമായും പശ്ചാത്തലത്തിൽ നിന്നും പകർന്നു കിട്ടിയ സംസ്കാരം എന്താണോ, അതിനനുസരിച്ചായിരിക്കും അവരുടെ പെരുമാറ്റം. ചിലരുണ്ട് ആരെ കിട്ടിയാലും അവർ കുറ്റം പറയും. മറ്റ് കുറെ പേരുണ്ട് ആരുടെയും കുറ്റങ്ങൾ കണ്ടെടുത്താൻ ശ്രമിക്കാതെ അവര് അതിന് ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്, ഈശ്വരീയത്തിലാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന രീതിയിൽ ആരെയും പഴിക്കാതെ അത് ശാന്തമായിരിക്കാൻ അനുവദിക്കുന്നവരുണ്ട്. അവരുടെ ഉള്ളിൽ ഈ സംഭവം ആവർത്തിച്ച് ഉണർന്നു വരും. അതുകൊണ്ടാണ് സത്സംഗം വേണമെന്ന് പറയുന്നത്. സത്സംഗത്തിലായിരിക്കുന്നവർക്ക് അത് വളരെ പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയും. അതല്ലാതെ തന്നെ മൂല്യങ്ങൾ ഉള്ളിൽ പേറുന്ന ആളുകൾക്ക്, നമ്മൾ ആത്മീയരെന്ന് പറയുന്നത് എന്താണ്? അകത്ത് മൂല്യമുള്ളവനെയാണ് ആത്മം ഉള്ളവൻ എന്ന് പറയുക. ആ മൂല്യം എന്ന് പറയുന്നത് സവിശേഷതയാണ്. ആ സവിശേഷ മൂല്യങ്ങൾ അകത്ത് കയറിയിരിക്കുന്ന, അത് ജീവിതത്തിലെങ്ങും പ്രകടമാക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ ഇത് ഉണർന്നിരിക്കുന്നു. അവർ സാധന ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ ഉള്ളിൽ മൂല്യമായിട്ട് അത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവർ സത്സംഗത്തിലായിരിക്കേണ്ട കാര്യമില്ല, അവരുടെ ഉള്ളിൽ മൂല്യം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷേ സത്സംഗത്തിലൂടെയും സാധനയിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരുവനിൽ ഇതെല്ലാം ഉണർന്നു വരാൻ സാധാരണ രീതിയിൽ സംഭവിക്കുക. ചിലരിൽ അത് അല്ലാതെ തന്നെ, ഈ സത്സംഗവും സാധനയും ഇല്ലാതെ തന്നെ ഉണർന്നിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിലും അതുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ ഇല്ലാതെ ഇല്ല, അവരുടെ ഉള്ളിലുമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ കാണുന്ന സമയത്ത് വെളിയിൽ പരുഷമായിരിക്കുന്ന ഒരാളും ചില നല്ല രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണിലൂടെ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടാവും. അത് അവരുടെ ഉള്ളിൽ ആ നന്മ, മൂല്യം, ഈ ഈശ്വരീയം ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരിലും ഇത് ലീനമാണ്. അത് പ്രയോഗിക്കാനുള്ള ഒരു പശ്ചാത്തലം അവർക്ക് കിട്ടുമ്പോഴേ അത് നിർവഹിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്ന് മാത്രം. എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഈ അവസ്ഥ, എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഭക്തിവാദിയെന്നോ യുക്തിവാദിയെന്നോ ശാസ്ത്രവാദിയെന്നോ അതല്ലെങ്കിൽ നിരീശ്വരവാദിയെന്നോ എന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരിലും ഇത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈശ്വരൻ എന്നുള്ളതിനെ ജീവന്റെ സമ്പൂർണ്ണ പ്രതിഭാസമായി കണ്ടാൽ ഇതെല്ലാവരിലുമുണ്ട്. അതല്ല വെളിയിലിരുന്ന് സൃഷ്ടിച്ച് നീ അങ്ങനെ ഉണ്ടാകട്ടെ, ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരു ഈശ്വരനെ കുറിച്ചാണെങ്കിൽ ഇക്കോ സ്പിരിച്വാലിറ്റി അത്തരം ഒരു ഈശ്വരനെ കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് there is no God, only godliness എന്ന്. കിട്ടിയോ? ഓക്കെ, അത് ശരി. ഈ സാധന ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ചില എക്സ്പീരിയൻസ് കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലോ. ആ എക്സ്പീരിയൻസിനെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാന്ന് പറയാൻ പറ്റുമോ?
സാധന ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളെ നമ്മൾ അനുഭൂതികൾ എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുക. അത് ഈശ്വരന്റെ സാന്നിധ്യം, ഈശ്വരീയത്തിന്റെ സാന്നിധ്യത്തെ അറിയുക എന്നുള്ളതാണ്. അത് ഈശ്വരന്റെ സാന്നിധ്യമായിട്ട് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ദിവ്യാത്ഭുതമായിട്ട് അത് മനസ്സിലാവുള്ളൂ. ഈശ്വരീയം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കുന്നതിന് ഇങ്ങനെ സാങ്കേതികമായും പ്രതിഭാസപരമായും ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് ജൈവികതയുടെ ഒരു മഹത്തരമായ ഒരു സാന്നിധ്യമായിട്ട് അറിയാൻ കഴിയും. അതല്ലാതെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഈശ്വരീയമല്ലാതെ മറ്റൊന്നും മഹോന്നതമായിട്ടില്ല, യാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുണ്ടല്ലോ. ഈശ്വരീയമല്ലാതെ മറ്റൊന്നും വിസ്മയകരമായില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഇതാണ് അതിന്റെ വിസ്മയം എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നവർക്ക്. അത് ജീവിതത്തിൽ ഉണ്ടാവുന്ന ജീവന്റെ പ്രതിഭാസമായി കാണുന്ന പലതരം വിസ്മയങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ഈശ്വരീയം എന്നുള്ളൊരവസ്ഥയുടെ ജൈവികതയുടെ ആയ പ്രതിഭാസങ്ങളാണ്, പ്രത്യക്ഷങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് അത് ഈശ്വരനായിട്ട് മനസ്സിലാവും. അതല്ല, അതിന് കൽപ്പന നൽകിയിട്ടുള്ള വിവിധ അനുഭൂതികളായിട്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് അത് ദിവ്യാത്ഭുതങ്ങളായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇത് സത്യത്തിലേക്ക് അടുക്കുന്നത് നമ്മളെ കൽപ്പനയിലൂടെയല്ല, ഒരു സ്വപ്നം കാണലല്ല, അത് അറിയലാണ്, ശരിയായ അറിയലാണ്. ആ അറിയലിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈശ്വരീയത്തെ കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനാവും. അതിനു പകരം നമ്മൾ ഇത് കൽപ്പനയുടെ രൂപത്തിൽ, കൽപ്പനയുടെ ഭാഷയിൽ നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ ചെല്ലുന്ന യാത്രയിൽ നമ്മൾ എത്ര അകത്തേക്ക് പോയാലും നമ്മൾ എന്തെല്ലാം അനുഭവിച്ചാലും ഈ അനുഭവങ്ങൾക്കെല്ലാം തന്നെ കൽപ്പനയുടെ ഭാഷയിലായിരിക്കും വ്യാഖ്യാനങ്ങൾ നമുക്ക് സ്വയം കണ്ടെത്താനാവുക. അതുകൊണ്ട് തന്നെ അത് റിയാലിറ്റിയുമായിട്ട് വലിയ ബന്ധം ഉണ്ടാവില്ല. അതൊക്കെ ആത്മനിഷ്ഠമായിട്ടുള്ള റിയാലിറ്റികൾ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ ഒരു വിസ്തൃതിയിൽ എല്ലായിടത്തുമുള്ള ആ അതിജൈവികതയുടേതായിട്ടുള്ള ഒരു പ്രതിഭാസത്തെ നമുക്ക് അതിൽ നിന്നും വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയില്ല. ഇവയെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് പറയാൻ നമുക്ക് കഴിയില്ല. കണക്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെ അതിന്റെ റോ ആയിട്ടുള്ള ഫോമിൽ, എന്ന് വെച്ചാൽ അതിഭാവുകത്വം ഒന്നുമില്ലാതെ, കൽപ്പനകളില്ലാതെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ആ സമയത്ത് അത് സാധ്യമാണ്. അതാണ് എന്റെ ഉത്തരം. ബിന, അപ്പൊ സാധനയുടെ ഒരു സ്റ്റേജില് നമ്മളും ഇല്ല, അല്ലെങ്കിൽ അനുഭവമില്ല, അനുഭവിക്കുന്ന ആളും ഇല്ല എന്നുള്ള ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ല. അവിടെ അതായത് ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതായത് അനുഭവിക്കുന്ന ആളും ഇല്ല, അനുഭവവും ഇല്ല, അനുഭവിക്കാനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഈ പറയുന്ന ഈശ്വരീയത എങ്ങനെയാ അവിടെ എന്തായിട്ടാണ് അതിനെ കാണേണ്ടത്? നമ്മള് നിത്യജീവിതത്തില് ഈ കാര്യം അനുഭവിക്കാറുണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ ഉണ്ടാവും. അതായത് പ്രകട മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് വരുന്നതാണ് മറ്റെല്ലാ ആക്ടിവിറ്റിയും കഴിഞ്ഞ് ബെഡിൽ പോയിരിക്കുന്നത്, കിടക്കുന്നത്. ആ ചിന്തകളുടെയും ഒക്കെ സമയം കഴിഞ്ഞിട്ട് നമ്മൾ വെറും ഓർമ്മകളിൽ മാത്രമായിരിക്കും, ചിന്തകളില്ല, വെറും ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നത് പ്രകട മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക്, ജാഗ്രതയിലേക്ക് വരുന്നു, ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിലേക്ക് പോകുന്നു. അതിനുശേഷം സുഷുപ്തിയിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്വപ്നങ്ങളുമില്ല, യുക്തികളുമില്ല. നമ്മൾ ആ സമയത്ത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നിദ്രയിലൂടെ കടന്നു പോകുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥ തന്നെയാണ്, ഈശ്വരീയത്തെ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് ക്ലേശമുണ്ടോ? സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഹർഷത്തിൻ്റെതാണെങ്കിലും ദുഃഖത്തിൻ്റെതാണെങ്കിലും അല്ലെങ്കിൽ വഴിതിരിയലിൻ്റെതാണെങ്കിലും ഉള്ള ചെറിയ ക്ലേശങ്ങളുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകൾ. ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടത്തോട്ടൊന്ന് ചായുന്നത് പോലെയുള്ള ആ ചെറിയ ചെറിയ ബുദ്ധിമുട്ടെങ്കിലും ക്ലേശമെങ്കിലും ഉണ്ടാകും. നിദ്രയുടെ സമയത്ത് നമുക്ക് എന്താണ് ക്ലേശം? ഒരു ക്ലേശവുമില്ല. ക്ലേശമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കും. ഈ അവസ്ഥ ഈശ്വരീയമാണ്. ഇതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി, തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതി. പക്ഷെ ആ സമയത്ത് നമ്മുടെ ജാഗ്രതയില്ലാതെ ആയതുകൊണ്ട് തന്നെ ആ അനുഭവത്തെ നമ്മൾ അറിയുകയോ പരിഭാഷണം ചെയ്യാൻ കഴിയുകയോ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ അകംയാത്രകളിൽ, ധ്യാനത്തിന്റെയൊക്കെ ചില ഘട്ടങ്ങളിൽ, ചില രീതികളിൽ, ചില ശൈലികളിൽ നമ്മൾ ജാഗ്രത, സ്വപ്നത്തിൽ ജാഗ്രത, സുഷുപ്തിയിൽ ജാഗ്രത എന്നുള്ളൊരവസ്ഥയിൽ ജാഗ്രതയും കൊണ്ട് അതിനകത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകാൻ കഴിയുന്ന സമയത്ത് നമ്മൾ അവിടെ അനുഭവിക്കുന്ന ആ നിശ്ചലത, ശൂന്യത എന്നുള്ളൊരവസ്ഥ നമുക്ക് അനുഭവിക്കാനും അത് ദർശിക്കാനും കഴിയും. അവിടെ ദർശിക്കുന്ന ഒരാളും ദർശിക്കപ്പെട്ട ഒരു വസ്തുവും
ദർശനാനുഭവവും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഈ ഒരവസ്ഥയിൽ നിന്നും തിരിച്ചു വന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് പരിഭാഷണം ചെയ്യാൻ കഴിയില്ല. തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നും ഞാനിത് കണ്ടറിഞ്ഞതാണെന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരികയും, അപ്പോൾ ഇതെല്ലാം ഒന്നായിരിക്കുമ്പോൾ എന്തിന് രണ്ടായി കാണേണ്ടതുണ്ട്, എന്തിന് മറ്റൊന്നായി വിലയിരുത്തേണ്ടതുണ്ട്, എന്തിന് ഞാൻ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള പക്വപരമായ കാഴ്ചകളിലേക്ക്, പ്രയോഗങ്ങളിലേക്ക് നമ്മൾ തിരിയും. അതാണ് ശരിക്കും പാകമാകുന്ന ഒരവസ്ഥ. ആത്മസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരവസ്ഥയിൽ ആത്മസാക്ഷാത്കാരം നേടുന്ന വ്യക്തികൾക്ക് പാകം വരുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം ഒന്നാണെന്നുള്ളൊരവസ്ഥയിൽ, ഐശ്വര്യത്തിന്റെ ക്ലേശരഹിതമായ ഒരു അവസ്ഥയിൽ നമ്മൾ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ഈ ലോജിക്കൽ ഡീവിയേഷൻ വരുന്നത് എന്ന് പറയുന്ന ശാസ്ത്ര സങ്കേതങ്ങളെ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാനാകുമ്പോൾ, അതിനെ റിലേറ്റ് ചെയ്യാനാവുന്ന സമയത്ത് പിന്നെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് തിരിച്ചുള്ള പരിഭാഷണങ്ങൾ ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക് ആ പാകം വരും, പക്വത വരും. നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്, എല്ലാ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട്. അത് പരിഭാഷണം ചെയ്യാൻ ആർക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളിലുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ആ ചോദ്യത്തിന് ഇതാണ് എന്റെ ഉത്തരം. ബീന. ഓക്കെ, താങ്ക് യു. കൃത്യമായി മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമസ്കാരം.